എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നീ വേദിയില് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്. മോനെ എവിടെ ഉണ്ട് നീ? ഇന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വായോ എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപേട്ടൻ എന്നെ വിളിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കിതിന് സുഹൃത്തുക്കളെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആര് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. നമ്മുടെ വേടനാണ്. വേടൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഈ അടുത്ത് ഒരു പ്രിയദർശിനി പുരസ്കാരം കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന പുരസ്കാരമാണ്. എന്തൊക്കെ ആയിക്കോട്ടെ, ആ ഒരു പുരസ്കാരം കൊടുക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായല്ലോ. അതും വേടനെ പോലുള്ള ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഒരു പുരസ്കാരം കൊടുക്കാമെന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചല്ലോ എന്നുള്ളതിന് ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കണം. ഷാഫി പറമ്പിൽ പറയുന്ന വാക്കുകൾ ഒരല്പം വ്യത്യസ്തമാണ്. വേടന്റെ പാട്ടുകൾ രണ്ടു തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ അസ്വസ്ഥത ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ, ഈ പറയുന്ന സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തുക എന്നത് എങ്ങനെയാണ് അസ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുത്തും? യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നേരെ പിടിച്ചിട്ടാണ് അസ്വസ്ഥതകൾ നമുക്ക് നഷ്ടപ്പെടുത്തും. ആ അസ്വസ്ഥതകൾ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മുടെ പ്രവർത്തിക്കാൻ പ്രചോദനമാകുന്നതാണ്, കാഴ്ചപ്പാടുകളെ മാറ്റാൻ പ്രചോദനമാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ വരികൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെതല്ല, പക്ഷെ അത് മറന്നുപോയി അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നുവെന്ന് ചെറുപ്പക്കാരിൽ നാം ആരോപിക്കുന്ന രാഷ്ട്രീയ ബോധത്തെ വീണ്ടെടുക്കാൻ, അതിന് കരുത്ത് പകരാൻ, അവർ പ്രതികരിക്കാൻ, അവർ ചിന്തിക്കാൻ, അവരെഴുതാൻ, അവർ വരയ്ക്കാൻ, അവർ പറയാൻ, അവർ പാടാൻ, അവർ പങ്കാളികളാവാൻ, അവരൊരു മാറ്റത്തിന് തിരികൊളുത്താൻ കെൽപ്പും ശക്തിയും അവർക്ക് നൽകുന്ന വരികളാണ് എന്നതുകൊണ്ട് തന്നെയാണ് വേടൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത്.